അവിട്ടത്തൂർ ക്ഷേത്രസന്നിധിയിൽ തുള്ളൽ നടക്കുമ്പോൾ വേദിയിൽ 2018 കുഴഞ്ഞുവീണ് അരങ്ങൊഴിഞ്ഞിരുന്ന തുള്ളൽ പ്രതിഭ കലാമണ്ഡലം കേശവഗീതാനന്ദന്റെ 7ാമത് അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. കെ രാധാകൃഷ്ണൻ MP ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ തുള്ളലിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന കേശവഗീതാനന്ദം 2025 പുരസ്കാരം കുഞ്ചൻ സ്മാരകം ശങ്കരനാരായണൻ യുവപ്രതിഭ അവാർഡ് യുവ കലാകാരൻ കലാമണ്ഡലം നിഖിലിന് 15,000 രൂപയും മൊമന്റോയും പ്രശസ്തി പത്രവും പുരസ്കാരവും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ MPയും ചേർന്ന് നൽകി. കഥാനിരൂപകൻ MJ ശ്രീചിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം പ്രഭാകരൻ K രവീന്ദ്രനാഥ്, വള്ളത്തോൾ V അച്യുതാനന്ദൻ, പാലക്കാട് മഹേഷ് കുമാർ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം മഹേന്ദ്രൻ, കലാമണ്ഡലം വാസുദേവൻ, ഡോക്ടർ തൃശൂർ കൃഷ്ണ. അതായത് ഗീതാനന്ദനാശാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തുള്ളൽ കലയിലൂടെ ലോകത്ത് തന്നെ അറിയപ്പെടുന്നൊരു കലാകാരനായി മാറി. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് കലാമേഖലയിലും അദ്ദേഹത്തിൻ്റെതായ കഴിവ് തെളിയിച്ചു. സിനിമയിൽ അതിപ്രഗത്ഭനായ ഒരു കലാകാരനായി മാറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പല സിനിമകളെയും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കാൻ സ്ഥിതി. ഒരു കലാകാരൻ എന്ന നിലയിൽ തൻ്റെ ശേഷി ആ രംഗത്ത് പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ തെളിയിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ തന്നെ പലപ്പോഴും പല ആളുകളും സംശയത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയതിൻ്റെ 66ാം വാർഷിക ദിനമാണ് ഈ ജനുവരി 26 പിന്നിട്ടത്. അത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ആ പുരസ്കാരങ്ങളെല്ലാം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും ഒരു ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു, നമ്മുടെ ദേശീയ പുരസ്കാരം അതുപോലെ പരമോന്നത പുരസ്കാരമെല്ലാം ലഭിക്കണം. അതിന് വീണ്ടും സമയമുണ്ടായിരുന്നു, പക്ഷേ സമയം നമുക്കറിയാൻ കാത്തുന്നില്ല. അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും അതിനേക്കാളെല്ലാം വലിയ അംഗീകാരം തന്നെയാണ് 7 വർഷം പിന്നിടുമ്പോഴും ഗീതാനന്ദനാശാന് നമ്മുടെ സമൂഹം നൽകുന്നത്.